മഞ്ജു പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ ഇഷ്ടംപോലെ പ്രേമിച്ചിട്ടുണ്ട്. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? എന്നെ അങ്ങോട്ടും വെച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ആണല്ലേ? കൊടുത്ത കൊല്ലത്തും ആണല്ലേ? പണ്ട് സ്ത്രീധനത്തിന്റെ ഒരു കാലഘട്ടമല്ലേ, സ്ത്രീധനം ഉള്ള വീട്ടില് നോക്കിയല്ലേ പ്രേമിക്കുന്നൊക്കെ. നമ്മളെയൊക്കെ ഇങ്ങനെ പ്രേമിക്കും, പക്ഷേങ്കിൽ കിട്ടുന്ന വേറെ ആളായിരിക്കും അവര്. എന്ന് വെച്ചാൽ പ്രേമിക്കാൻ കൊള്ളാം, കല്യാണം കഴിച്ച് ഭാര്യയാകണം. കല്യാണം കഴിച്ച് ഭാര്യയാക്കണമെങ്കിൽ വീട്ടിൽ എന്ത് മുതലുണ്ട്, എന്ത് സ്വത്തുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അന്ന്. വെറുതെ പ്രേമിക്കും അല്ലേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ ജീവിച്ചത്. ഞാനേതാണ്ട് നാലാം ക്ലാസ്സിലൊക്കെ വെച്ചാണ് എനിക്കൊരു പയ്യനോട്, അവൻ ഭയങ്കര സ്മാർട്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സില്. എനിക്ക് ഇപ്പോഴും നിക്കറൊക്കെ ഇട്ടാ എനിക്ക് വല്ല ബോധമുണ്ടോ. അപ്പൊ കുറെ പെൺപിള്ളേർക്ക്, കുഞ്ഞു പെൺപിള്ളേർക്ക് ഇപ്പോഴും ചെറിയ പിള്ളേരോട് ചോദിക്കുമ്പോഴത്തേനും ക്രഷ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ വാക്കാ. ക്രഷ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്നൊക്കെ പറയില്ലേ, ചിലപ്പോ അതായിരുന്നിരിക്കും അന്നത്തെ ക്രഷ് ആയിരിക്കും കേട്ടോ. അപ്പൊ പേര് പറഞ്ഞു, ഇപ്പൊ അവനെ എവിടെയെങ്കിലും ഇരുന്ന് കാണണ്ടാവും. ഇപ്പോഴും ആ പയ്യന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. 5-8 പെണ്ണുങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പെൺപിള്ളേർക്ക് എന്തോ കടലാസ് ചുരുട്ടി കൊടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ പെൺപിള്ളേർ ടീച്ചർ ഇങ്ങനെ നടത്തിച്ച് പ്രിൻസിപ്പലിന്റെ റൂമിലോട്ട് വീഴുന്നു. അങ്ങനെ എന്തോ ഒരു ഓർമ്മ ഇങ്ങനെ. പക്ഷെ ഇവൻ ഭയങ്കര സ്മാർട്ടായിട്ട് മുമ്പിൽ ഇങ്ങനെ നടന്നു പോകുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്രഷ്. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ക്രഷ് അതായിരുന്നു. അതിനുശേഷം പിന്നെ ഇഷ്ടം പോലെ ഇയർലി വൺസ് എന്നുള്ള രീതിയിൽ, ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവരൊക്കെ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാകട്ടോ. അതൊക്കെ വേറെ വിഷയം. അതൊക്കെ ഈ പറയുന്ന പോലെ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമുക്ക് തോന്നേണ്ടതൊക്കെ തോന്നണം. അതെ, ഒന്ന് രണ്ട് പ്രേമിക്കാത്ത ആളുകൾ ഞാൻ നോക്കുന്ന ഒരു മനുഷ്യ പറ്റില്ലാത്ത, ഒരു ജീവിതത്തെ നല്ല പോലെ കാണാത്ത അല്ലേ. അതായത് ഈ ജീവിതത്തിന് ഒരു മനോഹാരിതയുണ്ട്, അത് അനുഭവിക്കാതെ പോകുന്നവരാണ് മൂരാഴ്ചകൾ അല്ലെ. ഒന്ന് രണ്ട് അത് പൊട്ടൻ പോകുമ്പോൾ ഒരു വേദന നമ്മൾ അനുഭവിക്കണം, കിട്ടുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കണം, ഒരു ലൈഫ് സെറ്റ് ആകുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കണം. ഇതൊക്കെ അനുഭവിച്ചില്ല പിന്നെ ഒരെണ്ണം ഇങ്ങനെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലോ. ആ വിഷമത്തിൽ നിന്ന് മാറാനായിട്ട് ഏറ്റവും നല്ലത് അടുത്തൊരു ലൈൻ 2 ലൈനിട്ട് വെക്കുവേ. ഒരെണ്ണം ചേർന്ന് ലൂസായിട്ട് വെറുതെ കൊണ്ടുപോയിരിക്കും, ഒന്നും നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയിരിക്കും. ഈ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലും കർഷകനെ ചീറ്റ് ചെയ്യുന്നത് കണ്ട ഉടൻ തന്നെ മറ്റൊരു സ്ട്രോങ് ആക്കും. അല്ല, ഇന്ന് അതൊക്കെ ഈ 55 വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോ ഇതൊക്കെ ഭയങ്കര സന്തോഷം. ഒരു ലെറ്ററൊക്കെ എഴുതുന്നതാ, പാതിരാത്രി മണ്ണെണ്ണ വിളക്കിട്ടുണ്ട്, 12 മണിക്ക് കുത്തി എഴുതും. ഞാൻ 2 പ്രേമൊക്കെ ഒരേ നിലയിൽ കൊണ്ടുപോകുന്നില്ലേ, ലെറ്ററൊക്കെ മാറിപ്പോകും ചിലപ്പോൾ. അവ എഴുതി പെർഫ്യൂം, ഞങ്ങളുടെ ഒരു മാമന് ഒരു പെർഫ്യൂം ഭ്രാന്തനുണ്ട്. പുള്ളിക്കാരൻ ഇതുപോലെ ഒരു പ്രേമക്കാരന്. പുള്ളിക്കാരനെ പെർഫ്യൂം എടുത്തോണ്ട് വന്ന് ലെറ്ററിൽ അടിക്കും. അടിച്ചിട്ട് വെച്ച് ഒരാഴ്ച കൊണ്ടുകിടപ്പ ഈ ലെറ്റർ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദൈവമേ, അത് എന്തൊരു ആകാംക്ഷത്തിൽ സുഖമുള്ള സന്തോഷമുള്ള ഒരു ഓർമ്മയായിരുന്നു. സത്യം പറയാം, ആ ഒരു കൗമാരകാലത്ത് നമുക്ക് കിട്ടിയ ഒരു ഫീലിങ് പിന്നെ ജീവിതത്തിലുടനീളം ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഘട്ടം 40കൾക്ക് ശേഷമാണ്. ആണല്ലേ? എൻ്റെ ജീവിതം മനോഹരമായത്, ഞാൻ എൻ്റെ ഓരോ മൊമെന്റും ആസ്വദിക്കുന്നത് 40ന് ശേഷമാണ്. 44. എൻ്റെ ലൈഫിൽ ഓരോ മൊമെന്റും, ഇന്ന് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ സമയം മുതൽ ഞാൻ ഹാപ്പിയാണ്. ഓരോ സെക്കൻഡും ഞാൻ അങ്ങനെ ആസ്വദിച്ചാണ് കടന്നു പോണത്. അതെന്താണ് എൻ്റെ ലൈഫിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാ എപ്പൊ പറയും ഇഷ്ടം പോലെ കാശുള്ളതുകൊണ്ടാന്ന്, ഇല്ല. അനുഭവിച്ചതിന് ശേഷം എല്ലാത്തിനും ഒരു തഴക്കം വന്നു. വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചില്ലേ? ഞാൻ 24 വയസ്സ് കല്യാണം കഴിച്ചത് നമ്മുടെ ഒരു പഠിക്കുന്ന ടൈം തന്നെയാണത്. ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിതത്തിൽ കുറെ അനുഭവിച്ച് ജീവിതം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ആ തിരിച്ചറിവ് കുറെ നാളൊരു പൊട്ടക്കിടറ്റി കിടക്കുമല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങി ഒരു നല്ലൊരു നിങ്ങൾക്ക് ഒരു നല്ല സ്വീകരണം പബ്ലിക് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ തുടങ്ങി, സ്വന്തം വരുമാനം വരാൻ തുടങ്ങി. നമ്മൾ കാണാത്തൊരു മേഖലയിലേക്ക് പുതിയതായിട്ട് ഇറങ്ങി വരുമല്ലേ. അവിടെ നിന്നൊരു സ്വാതന്ത്ര്യമായി ഒരു ശുദ്ധമായി ശ്വസിക്കാൻ തുടങ്ങി. ഇതല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അനുഭവിക്കാൻ തുടങ്ങി. അതുമൊക്കെ ഒരു മാറ്റർ ആയിരിക്കും സിംഗു. കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം ഞാൻ ഫീൽഡിൽ വന്നത് 2012-ലാണ്. 2012 കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കിട്ടാത്തൊരു സംതൃപ്തി ജീവിതത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ചിലപ്പോൾ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയതിൻ്റെ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്.